പ്രവാസ ലോകം ആരംഭിച്ച മുതൽക്ക് തുടങ്ങുന്ന ഒരു സംഭവമാണ് ഈ പ്രവാസികൾ ഒറ്റപ്പെടുന്നത് എന്നുള്ളത്. നാട്ടിലാണെങ്കിലും വീട്ടിലാണെങ്കിലും കുടുംബത്തിലാണെന്നുണ്ടെങ്കിലും എവിടെയാണെന്നുണ്ടെങ്കിലും പ്രവാസികൾ എന്നും ഒറ്റപ്പെട്ടുകൊണ്ടാണ്. അത് ഒരുപാട് അനുഭവം ഉണ്ട്, ഒരുപാട് നമ്മളെ കൺമുന്നിൽ തന്നെ ഒരുപാട് അനുഭവങ്ങളുണ്ടാവും. പക്ഷെ അങ്ങനെ ഒരു റീൽസിന് വേണ്ടി ചെയ്തതാണെങ്കിലും ഭയങ്കര വളരെ മനോഹരമായിട്ടുള്ള ഒരു ക്രിയേഷനാണ് ഇതിൻ്റെ ബാക്കിൽ നടന്നിരിക്കുന്നത്. കാരണം പ്രവാസികൾ എന്നും ഒറ്റക്കാണ്. അവർ ചെയ്തതിനൊന്നും കണക്കുണ്ടാവില്ല. നാട്ടിൽ നിൽക്കുന്നത് 10 രൂപക്കാണെന്നുണ്ടെങ്കിൽ അത് കൊടുക്കണവന് വില ഉണ്ടാവും. പക്ഷെ പ്രവാസികൾ ഗൾഫിൽ നിന്ന് ലക്ഷങ്ങൾ അയച്ചാലും അതിന് ഒരു തുള്ളി വിലയില്ല. അങ്ങനത്തെ ഒരു വീഡിയോസാണ് ഇന്ന് വന്നിട്ടുള്ളത്. ഇന്ന് കണ്ടോക്കി ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബ് സപ്പോർട്ട്. മോനെ, നസീമാന്റെ വീട്ടിൽ കൂടെ അല്ലേ വരുന്നത്? എന്തെങ്കിലുമൊക്കെ കൊടുക്കണ്ടേ? എന്റെ കയ്യിൽ ഒന്നും ഇല്ലമ്മ. ഉള്ളപ്പോ ഓൾക്കൊക്കെ കൊടുത്തിരുന്നല്ലേ. അങ്ങനെ പറഞ്ഞപ്പോ ഒഴിയാൻ പറ്റുമോ? ഇത്രയും കാലം ഗൾഫിൽ നിന്നിരുന്ന പോലെയല്ല ജോലി പോയിട്ട് നാട്ടിൽ വന്ന് നിൽക്കുമ്പോ. ഏതായാലും നസീമയും ഏട്ടനനിയന്മാരെല്ലാം കൂടി ഇങ്ങോട്ട് വരുന്നുണ്ട് അന്നെ കാണാനും. അല്ലെങ്കിലും കൊടുത്തോന്നും ആർക്കും ഓർമ്മ ഉണ്ടാവില്ല. കിട്ടാത്തത് പറഞ്ഞ് കുറ്റപ്പെടുത്തുകയും ചെയ്യും. എന്റെ വീട്ടിൽ ഇത്രയും ആളുണ്ടായിട്ട് എന്റെ വീട്ടിൽ നിന്ന് എന്താ കിട്ടിയെന്ന് വെച്ചാൽ ഞാൻ എന്താ പറയാ? എന്റെ ബിസിനസിന്റെ കാര്യങ്ങളൊക്കെ നിനക്കറിയാലോ, എല്ലാം പൊട്ടിക്കെടുക്കും. എന്നെ കൊണ്ടൊന്നും നടക്കൂലേ? അങ്ങനൊന്നും പറഞ്ഞാൽ ശരിയാവില്ല. എന്റെ പുതിയ വീട്ടിലെ സാധനമൊക്കെ നിങ്ങളൊക്കെ വാങ്ങിച്ചു തന്നേ പറ്റൂ. നീ ഇങ്ങനെ ചാടി പിടിച്ചില്ല എങ്ങനെ നസിയെ? ഞാൻ ഗൾഫിലായിരുന്നെങ്കിൽ കുഴപ്പമില്ല. ഇതിപ്പോ ഞാൻ നാട്ടിലല്ലേ. അല്ലെങ്കിൽ നീ ഗൾഫിലായതുകൊണ്ട് നാട്ടിലുള്ള എല്ലാ ചെലവും നീ ഒഴിഞ്ഞു മാറില്ല പതിവ്. എനിക്കത് പറ്റില്ല. പറയുന്നുണ്ടല്ലോ ഗൾഫിലായിരുന്നവർ എന്തോ ഉണ്ടാക്കിയെന്ന്. എന്ത് തേങ്ങ ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കി? അത് ശരിയാ, ഇവര് 3 ആളും കൂടിയല്ലേ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. നീ അയച്ചെന്ന കാശൊക്കെ എന്ത് ചെയ്ത് നിന്റെ കെട്ടിലോട് പോയി. പാട്ടിൽ മുങ്ങി മറുവാക്കു കേൾക്കാൻ കാത്തു നിൽക്കാതെ നസിയെ, അന്റെ വീടിന്റെ തറപ്പണി തുടങ്ങിയാലും ബാക്കി പണി മുഴുവൻ കെട്ടി നോക്കിക്കോളെന്ന് പറഞ്ഞപ്പോ ഓളുടെ പേരിലാണ് സഹകരണ ബാങ്കിൽ നിന്ന് 1.5 ലക്ഷം രൂപ തനക്ക് തന്നത്. അതിപ്പോൾ അടച്ചോണ്ടിരിക്കുക. അമീറെ, ഞാൻ ഗൾഫിലാകുമ്പോൾ എനിക്ക് മൊബൈൽ കട തുടങ്ങണം എന്ന് പറഞ്ഞിട്ട് ഈ വിളിച്ചിരുന്നു. അന്ന് എനിക്ക് 2 ലക്ഷം രൂപ എന്തേ ഞാൻ അവിടെ ഒരു കുറി വിളിച്ചിട്ടാണ്. അതൊക്കെ ഈ മറന്നില്ലേ? ഇക്കാക്ക, നിങ്ങളുടെ വണ്ടർ ലോൺ അടക്കാത്തോണ്ടേ വണ്ടി ബാങ്കുകാർ കൊണ്ടുപോയി എന്നിട്ട് നിങ്ങൾ വിളിച്ചിരുന്നു ഞാൻ ഗൾഫിലാകുമ്പോ. അന്ന് തന്ന 1.5 ലക്ഷത്തിന്റെ കട എപ്പോഴും വീട്ടിൽ കൊണ്ടിരിക്കുക. ഷമീർക്ക, നിങ്ങളുടെ ചെയ്ത ബിസിനസ് ഒക്കെ പൊട്ടി. നിങ്ങളും മക്കളും ആത്മഹത്യയുടെ വക്കിലാണെന്ന് പറഞ്ഞിട്ട് അന്ന് കരഞ്ഞ് വിളിച്ചിരുന്നു ഞാൻ ഗൾഫിലാകുമ്പോ. അന്ന് ഞങ്ങൾക്ക് പൈസ അയച്ചതേ എന്റെ 3 മാസം സാലറി അഡ്വാൻസ് മേടിച്ചിട്ടാണ്. അതും ഓർമ്മ ഉണ്ടാ? ഇത്രയും കടം വീട്ടലിന്റെ ഇടയ്ക്ക് എന്റെ പെണ്ണിനോട് നല്ല ഡ്രസ്സോ അല്ലെങ്കിൽ ഒരു തരി പൊന്നും എടുത്തു കൊടുക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. നസിയെ, ഈ 19 ലക്ഷം രൂപ ചെലവാക്കിയപ്പോ ഒരു വീട് വെച്ചിട്ട് അതിക്ക് വേണ്ട സാധനങ്ങൾ ഇത്രയും ആൾക്കാരെ എടുത്ത് ബലം പ്രയോഗിച്ച് ചോദിച്ചു പഠിക്കുന്നത് ശരിയായിട്ടുള്ള കാര്യമില്ല കേട്ടാ. ഇല്ലെങ്കിൽ ഇല്ലാത്ത പോലെ ജീവിക്കാൻ പഠിക്കണം. അറിഞ്ഞു തരുന്നത് പോലെയല്ല ചോദിച്ചു വാങ്ങി വെക്കുന്നത്. ഒരു ബർക്കത്തുണ്ടാവില്ല. നിങ്ങൾ ഗൾഫിൽ പോയിട്ട് ആദ്യത്തെ മാസം അയച്ച പൈസയും അത് എന്തിനൊക്കെ ചെലവാക്കി എന്നുള്ള ഇതുവരെയുള്ള എല്ലാ കണക്കും ഇതിലുണ്ട്. നിങ്ങൾ ഗൾഫിലുള്ളപ്പോ പറഞ്ഞിരുന്നു ഒന്ന് എഴുതിയൊക്കെ ഉണ്ടാന്ന് പറഞ്ഞത് ഓർമ്മ ഉണ്ടാ? ആ, ഓർമ്മണ്ട്. എല്ലാത്തിനും ഞാൻ കണക്ക് വെച്ചിട്ടുണ്ട്. ആരെയും ബോധ്യപ്പെടുത്താനൊന്നല്ല, എന്നാലും വെറുതെ. അതെന്തായാലും നന്നായി. ഒന്നും ചെയ്തില്ല എന്ന് എല്ലാരും പറയുമ്പോഴേ ഇടക്കൊക്കെ ഇത് മറിച്ച് നോക്കുമ്പോൾ ഒരു സമാധാനം കിട്ടുമല്ലോ. ഇവിടെ നിങ്ങൾ ആർക്കും എന്ത് ചെയ്തു കൊടുത്തിട്ടോ ഒരാരും ഓർക്കൂല പറയൂല. അതൊന്നും സാരില്ല. ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ടല്ലോ നമ്മൾ ഓരോരുത്തർക്കും ഒന്നും ചെയ്തു കൊടുക്കുന്നത്. നമുക്ക് പറിച്ചെന്തെങ്കിലും വഴി തുറന്നു തരും.